നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ പോയി കഴിഞ്ഞാൽ തോപ്പിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്തായി മേരി ക്യൂൻ ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരു 400 മീറ്റർ നമ്മൾ ചുറ്റളവിലായിട്ട് ഏകദേശം 6ഓളം ചെറിയ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. 4 സെന്റ് 5 സെന്റ് എന്നുള്ള ലെവലിൽ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്ന മേരി ക്യൂൻ ചർച്ചിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നും മേജറായിട്ടുള്ള എറണാകുളം ജില്ലയിലെ മേജറായിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. പള്ളി, അമ്പലങ്ങള്, മുസ്ലിം ചർച്ച്, മാളുകൾ, ബസ് സ്റ്റോപ്പ് എന്നുള്ള ലെവലിൽ മേജറായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ മേരി ക്യൂൻ ചർച്ചാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. അതേപോലെ തന്നെ സെന്റ് ജോർജ് റോമൻ കാത്തലിക് ചർച്ച് ഉണ്ട്. 700 മീറ്ററോളം നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നും, അതായത് ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും 700 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ സെന്റ് ജോർജ് റോമൻ കാത്തലിക് ചർച്ച്. ബ്ലെസ്സിങ്സ് ടുഡേ, അതായത് ബ്ലെസ്സിങ്സ് ടുഡേ ഈ പറയുന്ന ചർച്ച് വരുന്നത് 1.7 കിലോമീറ്റേഴ്സ് ആണ്. എടപ്പള്ളി ചർച്ച് വരുന്നത്, സെന്റ് ജോർജ് ചർച്ച് വരുന്നത് 1.8 കിലോമീറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ സെന്റ് ജോർജ് സിറോ മലബാർ ചർച്ച് ഉണ്ട്. അത് 1.9 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഈ പറയുന്ന ലൊക്കേഷനിൽ നിന്നുള്ളത്. പിന്നെ അമ്പലങ്ങളാണെന്നുണ്ടെങ്കിൽ തൃക്കാക്കര അമ്പലം വരുന്നത് 1.4 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുന്നത്. ഗണപതി അമ്പലം, അതായത് എടപ്പള്ളിയിലുള്ള ഗണപതി അമ്പലം വരുന്നത് 2.1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അടുത്തതായിട്ടുള്ള ചിറ്റൂർ ശ്രീ കൃഷ്ണസ്വാമി ടെമ്പിൾ ഉണ്ട്. അത് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതേപോലെ തന്നെ എറണാകുളത്തപ്പൻ ടെമ്പിൾ വരുന്നത് 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. ശ്രീ പൂർണ്ണത്തേശ്യ ടെമ്പിൾ, അതായത് തൃപ്പൂണിത്തുറയ്ക്കുള്ള ടെമ്പിൾ വരുന്നത് 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിൽ എടപ്പള്ളി ടോൾ ജുമാ മസ്ജിദ് വരുന്നത് 1.3 കിലോമീറ്റർ ആണ്. പാടിവട്ടം മുസ്ലിം ജമാ മസ്ജിദ് വരുന്നത് 1.7 കിലോമീറ്റേഴ്സ് ആണ്. പടമുകൾ പള്ളി വരുന്നത് 1.7 കിലോമീറ്റേഴ്സ് ആണ്. എടപ്പള്ളി മഹല്ല് ജുമാ മസ്ജിദ് വരുന്നത് 1.8 കിലോമീറ്റേഴ്സ് ആണ്. ഓലിമുകൾ ജുമാ മസ്ജിദ് വരുന്നത് 2.1 കിലോമീറ്റേഴ്സ് ആണ്. സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേരിമാത സ്കൂൾ വരുന്നത് വെറും 900 മീറ്ററിലാണ് മേരിമാത സ്കൂൾ വരുന്നത്. അസീസി സ്കൂൾ വരുന്നുണ്ട് ഏകദേശം 950, 1 കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ മേരിമാത സ്കൂളും അതേപോലെ തന്നെ അസീസി സ്കൂളും വരുന്നുണ്ട്. കൊച്ചി പബ്ലിക് സ്കൂൾ വരുന്നത് 850 മീറ്റർ ഡിസ്റ്റൻസിലാണ് കൊച്ചി പബ്ലിക് സ്കൂൾ വരുന്നത്. ഹിൽ വാലി സ്കൂൾ വരുന്നത് വെറും 1.1 കിലോമീറ്റേഴ്സ് ആണ് ഹിൽ വാലി വരുന്നത്. ഹോറിസോൺ പബ്ലിക് സ്കൂൾ വരുന്നത് 2.2 കിലോമീറ്റേഴ്സ് ആണ്. അശോക സ്കൂൾ വരുന്നത് എറണാകുളത്തുള്ള 3.7 കിലോമീറ്റേഴ്സ് ആണുള്ളത്. അതേപോലെ തന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ വെറും നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വെറും 250 മീറ്റർ ഡിസ്റ്റൻസിലാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത്. രാജഗിരി കോളേജ് ആണെന്നുണ്ടെങ്കിൽ 3.2 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ 5.2 കിലോമീറ്റർ ആണ് വരുന്നത്. ആൽബർട്ട്സ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ 6.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. സെന്റ് തെരേസസ് ആണെന്നുണ്ടെങ്കിൽ 7 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. MES മാറമ്പള്ളി വരുന്നത് 13.3 കിലോമീറ്റേഴ്സ് ആണ്. KME എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് മാളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാൻഡ് മാളാണ് 1.4 കിലോമീറ്റേഴ്സ് ആണ്. ലുലു മാളാണെന്നുണ്ടെങ്കിൽ 1.6 കിലോമീറ്റേഴ്സ് ആണ്. ഒബ്രോ മാളും 1.6 കിലോമീറ്റേഴ്സ് ആണ്. സെൻട്രൽ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 6.8 കിലോമീറ്റർ ആണ്. ഫോറം മാൾ ആണെന്നുണ്ടെങ്കിൽ 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. സൂപ്പർ മാർക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 സൂപ്പർ മാർക്കറ്റ് ഇതിന്റെ തൊട്ടടുത്തായിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PK സൂപ്പർ മാർക്കറ്റ് ആണ്. അതായത് എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടുള്ള PK സൂപ്പർ മാർക്കറ്റ് 750 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ആണുള്ളത്. സെൻട്രൽ ബസാർ ആണെന്നുണ്ടെങ്കിൽ വെറും 400 മീറ്റർ ഡിസ്റ്റൻസിലാണ് സെൻട്രൽ ബസാർ ഉള്ളത്. അതേപോലെ തന്നെ K-മാർട്ട് ഉണ്ട് 1.4 കിലോമീറ്റർ. ഫസ്റ്റ് സിഗ്നേച്ചർ ഉണ്ട് 1.9 കിലോമീറ്റർ. ഗ്രീൻ ലീഫ് സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 2.3 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതേപോലെ തന്നെ ടൗൺ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് 5 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 8.9 കിലോമീറ്റർ ആണ് വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന പ്ലോട്ടിൽ നിന്നും വരുന്നത്. എയർപോർട്ട് ആണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് വരുന്നത്. 16 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പ് ആണ്. വെറും 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ആദ്യത്തെ പ്ലോട്ട് വരുന്നത്. ലാസ്റ്റ് പ്ലോട്ട് 300 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ബാക്കി എല്ലാ പ്ലോട്ടുകളിലും അതേപോലെ തന്നെ 300, 400, 500 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിട്ട് ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്. തൈക്കാവ് ബസ് സ്റ്റോപ്പാണ് അടുത്ത് വരുന്നത്. 700 മീറ്റർ ഡിസ്റ്റൻസിലാണ്. എടപ്പള്ളി 1.3 കിലോമീറ്റേഴ്സ്. അതേപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ വരുന്നത് 1.4 കിലോമീറ്റർ ആണ്.
എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റേഴ്സിലാണ് നമ്മുടെ ഈ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ വരുന്നത്. ചങ്ങമ്പുഴ ആണെന്നുണ്ടെങ്കിൽ 2.4 കിലോമീറ്റേഴ്സ് ആണ്. പാലാരിവട്ടം ആണെങ്കിൽ 2.8 കിലോമീറ്റേഴ്സ്. ഒരു അറൗണ്ട് ഒരു 3 കിലോമീറ്റേഴ്സ് താഴെ ഈ പറയുന്ന 4 മെട്രോ സ്റ്റേഷനും നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നും വരുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ മെട്രോ ആണെന്നുണ്ടെങ്കിൽ കാക്കനാട് വാട്ടർ മെട്രോ 4.9 കിലോമീറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ എറണാകുളത്തേക്കാണെന്നുണ്ടെങ്കിൽ എറണാകുളം ഹൈക്കോർട്ടിന്റെ അവിടെയുള്ള വാട്ടർ മെട്രോ ആണെങ്കിൽ 7 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. പോലീസ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ എടപ്പള്ളി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് വെറും 1.5 കിലോമീറ്റേഴ്സ് ഉള്ളൂ. കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ 2.4 കിലോമീറ്റേഴ്സ്. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പാലാരിവട്ടം 3 കിലോമീറ്റേഴ്സ് ഉള്ളൂ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ 6.6 കിലോമീറ്റേഴ്സ് ആണ്. ഏറ്റവും മെജോറിറ്റി പറയാനുള്ള അടുത്ത പോയിന്റാണ് ഹോസ്പിറ്റൽ. 1.5 കിലോമീറ്റേഴ്സ് ആണെന്ന് കിൻഡർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. MAJ ഹോസ്പിറ്റലിലേക്കാണ് 1.6 കിലോമീറ്റേഴ്സ് ആണ്. B&B ഹോസ്പിറ്റലിലേക്കാണ് ഏറ്റവും കുറവ് ദൂരം വരുന്നത്, 500 മീറ്റേഴ്സ് ഉള്ളൂ. ഹൃദയ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് വെറും 1.8 കിലോമീറ്റേഴ്സ് ഉള്ളൂ. സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 1.9 കിലോമീറ്റേഴ്സ്. എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് 3 കിലോമീറ്റർ. 5 കിലോമീറ്റർ താഴെ ഏകദേശം ഒരു 5ഓളം ഹോസ്പിറ്റൽസ് തന്നെ നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈക്കോർട്ട് വരുന്നത് 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. പിന്നെ അതേപോലെ തന്നെ വൈറ്റ്ല ഹബ്ബ് വരുന്നത് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. എടപ്പള്ളി ജംഗ്ഷൻ വരുന്നത് 1.5 കിലോമീറ്റേഴ്സ് ആണ്. ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 4.7 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇൻഫോ പാർക്ക് വരുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റേഴ്സ് ആണ്. കുസാറ്റ് യൂണിവേഴ്സിറ്റി 2.2 കിലോമീറ്റേഴ്സ്. അമൃത ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ 3.2 കിലോമീറ്റേഴ്സ്. മറൈൻ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അതായത് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കണം, ഞാൻ ഈ പറഞ്ഞ ഡിസ്റ്റൻസുകളെല്ലാം 5 കിലോമീറ്റേഴ്സ് താഴെ വരുന്നത്. അപ്പോൾ ഒരു പ്ലോട്ട് നോക്കുമ്പോൾ ഏറ്റവും മെജോറിറ്റി ലൊക്കേഷൻസ് ആയിട്ടുള്ള മേജർ കാര്യങ്ങളും അറൗണ്ട് 5 കിലോമീറ്റേഴ്സ് താഴെ വരുന്ന ഈ പറയുന്ന പ്ലോട്ടുകൾ ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറ. അപ്പൊ ആദ്യത്തെ പ്ലോട്ടിലേക്ക് പോകാം. ഇവിടെ നിന്നും ജസ്റ്റ് ഒരു 300 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മുടെ ആദ്യത്തെ പ്ലോട്ട് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലോട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന പ്ലോട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതിന്റെ വഴിയാണ്. വഴിയുടെ വീതിയാണ് ഈ കാണുന്നത്. ഏകദേശം 8 മീറ്ററോളം വീതിയുള്ള വഴി നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്നുണ്ട്. അതുമല്ലാതെ ഈ കാണുന്ന ഡ്രെയിനേജ് സംവിധാനം അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാ വീടുകൾക്കും ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമുള്ളൂ, ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളത്. നല്ലൊരു വലിയ ഡ്രെയിനേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ഇതിൽ ഈ പ്ലോട്ട് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി. ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇതൊരു 4.25 സെന്റ് സ്ഥലത്തിന്റെ ഒരു പ്ലോട്ടാണ്. അതിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നതും ഏകദേശം ഒരു 4 സെന്റ് 4.25 സെന്റ് സ്ഥലം അതിന്റെ തൊട്ട് ബാക്കിലുണ്ട്. ഈ സൈഡും ഏകദേശം ഒരു 3 സെന്റോളം ഇതും വരുന്നുണ്ട്. അങ്ങനെ 3 പ്ലോട്ടുകളാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. 1, 2, 3 പ്ലോട്ടുകൾ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 14 ലക്ഷം രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എടപ്പള്ളി ഭാഗത്താണ്, തോപ്പിൽ ജംഗ്ഷനിലാണ് ഈ പ്ലോട്ട് വരുന്നത്. തോപ്പിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത്. ഈ കാണുന്ന ഇത്രയും വീതിയോട് കൂടിയിട്ട് ഒരു റോഡുള്ള പ്ലോട്ട്, വീട് പണിയാനും അപ്പാർട്ട്മെന്റ് പണിയാനും പറ്റുന്ന രീതിയിലുള്ള പ്ലോട്ടാണ്. അപ്പോൾ അടുത്ത പ്ലോട്ടിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് രണ്ടാമത്തെ പ്ലോട്ട് വരുന്നത്. 5,200 സ്ഥലം, 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ കാണുന്ന റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടാണ്. 2 സൈഡ് നമുക്ക് വഴി ലഭിക്കുന്നുണ്ട്. എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു വഴിയും ഈ കാണുന്ന പ്രൈവറ്റ് വഴിയും 2 സൈഡിലേക്കുള്ള വഴി ലഭിക്കുന്നുണ്ട്. ഇതൊരു ഡെഡ് എൻഡ് റോഡാണ്, പ്രൈവറ്റ് റോഡാണ്. ഈ കാണുന്നതാണ് മുനിസിപ്പാലിറ്റി റോഡ് വരുന്നത്. 5,200 സ്ഥലം, 15 ലക്ഷം രൂപ ഒരു സെന്റിന് ചോദിക്കുന്നു. അടിപൊളി സ്ഥലം, വീട് വെക്കാനും ഹോസ്റ്റലോ അപ്പാർട്ട്മെന്റോ പണിയാനും പറ്റുന്ന ഒരു കിടിലൻ സ്ഥലമാണ്. ജസ്റ്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്ന റോഡിൽ നിന്നും ഒരു 150 മീറ്റർ അകത്തേക്ക് കയറാനുള്ളൂ ഈ പറയുന്ന പ്ലോട്ടിലേക്ക്. അപ്പോൾ അടുത്ത പ്ലോട്ടിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലോട്ടാണ് 3ാമത്തെ പ്ലോട്ട്. ഈ പ്ലോട്ട് ശരിക്കും വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്താണ്. 4.5 സെന്റ് സ്ഥലമുണ്ട്. 14 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത്. നല്ലൊരു ഡീലാണ്. 2 സൈഡ് റോഡ് വരുന്നുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ മതിൽക്കെട്ടിന്റെ അപ്പുറത്തെ റോഡാണ് മുനിസിപ്പാലിറ്റി റോഡാണ്. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു പ്രൈവറ്റ് റോഡും വരുന്നുണ്ട്. കറക്റ്റ് നല്ല ഷേപ്പിൽ കിടക്കുന്ന 4.5 സെന്റ് സ്ഥലം. എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തു നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് എല്ലാ തരത്തിലുള്ള പർപ്പസിനും പറ്റിയിട്ടുള്ള 4.5 സെന്റ് ഭൂമി, 14 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്.
വേഗം കോൺടാക്ട് ചെയ്തോളൂ. ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങി അടുത്തൊരു 1 വീക്കിനുള്ളിൽ ഈ പറഞ്ഞ പ്ലോട്ടുകളെല്ലാം പോയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അത്രക്ക് പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനും ഒരു റീസണബിൾ പ്രൈസുമാണ് ഈ ഏരിയയിൽ നോക്കുമ്പോൾ. തൊട്ടപ്പുറത്ത് എടുക്കുന്ന 3 പ്ലോട്ടുകളും ഈ ഒരു 1 മന്ത് കൊണ്ട് സെല്ലായിട്ടുള്ള പ്ലോട്ടുകളാണ്. ആ കിടക്കുന്ന ബാക്കി 3 പ്ലോട്ടുകളും ഈ പ്ലോട്ടിലേക്ക് വേറെ വഴി ഇടാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ റേറ്റ് 14 ലക്ഷം രൂപയ്ക്ക് ഈ റേറ്റിൽ ഇവിടെ എത്തുന്നത്. അല്ലെങ്കിൽ വഴി ഇട്ട് വരുമ്പോൾ ഒരു 15 ലക്ഷം രൂപ 16 ലക്ഷം രൂപ ഈ സൈഡിൽ വില വരുന്ന ഒരു പ്ലോട്ടാണ്. അത് വേഗം കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത പ്ലോട്ടിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലോട്ടാണ് 4ാമത്തെ പ്ലോട്ട് വരുന്നത്. ഇത് 4.5 സെന്റ് സ്ഥലമാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൈപ്പ് ലൈൻ റോഡിൽ നിന്നും ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ പ്ലോട്ട് ഉള്ളത്. പ്രൈവറ്റ് റോഡാണ്. വേറെ വീടുകൾ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഡെഡ് എൻഡ് ആണ് ഇതിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന 2-3 വീടും ഈ വീടും ഇവിടെ വരാൻ പോകുന്ന വീടും മാത്രമേ വരുള്ളൂ. ഇത് നമുക്കുള്ള പ്രൈവറ്റ് റോഡാണ്. മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്ലോട്ട് ഉള്ളത്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിലേക്ക്. ഇവിടെ നിന്ന് നേരെ നടന്നാൽ നമുക്ക് ആ പ്ലോട്ടിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ പറ്റും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 17 ലക്ഷം രൂപയാണ് പെർ സെന്റിന് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 4.5 സെന്റ് സ്ഥലമുണ്ട്. വീട് പണിയാനും അപ്പാർട്ട്മെന്റ് പണിയാനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലോട്ടാണ്. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ഭാഗത്ത് തൃക്കാക്കര ഭാഗത്ത് പ്ലോട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടുകളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതേപോലെയുള്ള നല്ല നല്ല പ്ലോട്ടുകളുമായിട്ട് കാണാം. ബൈ.